ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ അവിശ്വാസ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. 118 പ്രതിപക്ഷാംഗങ്ങൾ ഒപ്പുവെച്ച നോട്ടീസ് അടുത്ത മാസം 9-ന് പരിഗണിക്കും. അവിശ്വാസ നോട്ടീസിൽ തീരുമാനമുണ്ടാകും വരെ സ്പീക്കർ ഓം ബിർള ലോക്സഭയിലെത്തില്ല. അതേസമയം ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡോക്ടർ ശശി തരൂർ MP രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ആദ്യം സംസാരിച്ച ഡോക്ടർ ശശി തരൂർ MP കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും നടപ്പാകുന്നില്ല. കേന്ദ്രം കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. 22 ഇംസുകൾ അനുവദിച്ചിട്ടും കേരളത്തിന് ഒന്നുപോലുമില്ലാത്തത് വ്യവസ്ഥാപിതമായ അവഗണനയാണെന്നും തരൂർ. And AIIMS that is not even a dot on a map is not institution building, it is institutional disregard. Kerala does not lack need, capacity or credibility. What it lacks, it seems, is visibility in this government's priority. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. ഭരണഘടനാ അനുച്ഛേദം 94C പ്രകാരമുള്ള നോട്ടീസിൽ 118 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. രാഹുൽ ഗാന്ധി ഒപ്പുവെച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്കെതിരായ നീക്കത്തിൽ നിന്നും വിട്ടുനിന്നു. സ്പീക്കർക്ക് പകരം കേന്ദ്ര സർക്കാരിനെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്നാണ് തൃണമൂലിന്റെ നിലപാട്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗിന് സമർപ്പിച്ചത്. നോട്ടീസ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്പീക്കർ സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകി. 14 ദിവസത്തിന് ശേഷമായിരിക്കും നോട്ടീസ് പരിഗണിക്കുക. പ്രമേയം പാസാകാൻ 272 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ചരിത്രത്തിൽ ഇത് 4ാം തവണയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.